ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കുമുള്ള ചാലഞ്ച് എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിലാണാവോ വെയിറ്റ് ഈ അമിതവണ്ണം കുറയ്ക്കാൻ നോക്കുന്നത്. ചിലപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എക്സർസൈസ് ചെയ്തോ അല്ലെങ്കിൽ ഭക്ഷണം കുറച്ചിട്ടോ അല്ലെങ്കിൽ സർജറി ബാരിയാട്രിക് സർജറി ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വണ്ണം കുറയ്ക്കാനുള്ള മരുന്ന് കഴിക്കുകയോ കുത്തിവെപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടോ ഇതെല്ലാം ചെയ്താൽ പോലും ആൾ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം പഴയ രീതിയിലേക്ക് പോയാൽ പഴയ രീതിയിലേക്ക് തന്നെ ആവും എന്നുള്ള ഒരു കാര്യമാണ്. എന്തൊക്കെ ചെയ്താലും നമ്മളുടെ ജീവിതശൈലിയിലെ ആ ഒരു വ്യത്യാസം നമ്മൾ വരുത്തിയില്ലെങ്കിൽ പഴയ രീതിയിൽ തന്നെ ആവും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഈ വണ്ണം കൂടിയവർ അമിതവണ്ണം ഉള്ളവർ എന്ത് ആണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ട്രീറ്റ്മെൻറ്റുകളെ പറ്റി മനസ്സിലാക്കേണ്ടത്? ട്രീറ്റ്മെൻറ്റ് ഇതിന് വരുന്നത് ഒന്ന് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ. പിന്നെ അതിന് പറ്റാതെ വരുമ്പോൾ നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് വിശപ്പ് കുറയ്ക്കാനുള്ള മരുന്നുകളുണ്ട്. പിന്നെ അബ്സോർബ് ചെയ്യാതെ ഇടയ്ക്ക് നമ്മൾ അബ്സോർബ് ചെയ്യാതെ, അതായത് ഫാറ്റിനെ അബ്സോർബ് ചെയ്യാതെ കുറയ്ക്കാൻ, അബ്സോർബ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഫാറ്റിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കാനായിട്ടുള്ള ഒരു ഓർലിസ്റ്റാരിൻ എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അതുപോലെ കാർബോഹൈഡ്രേറ്റിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കാതിരിക്കുന്ന റോഗ്ലിഡോസ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് ഉണ്ട്. അത് നമുക്കത് കണ്ടിന്യൂസ്ലി കഴിച്ചാൽ അത് നമ്മുടെ ബോഡി അത് ഓവർകം ചെയ്യും. അത് വൺസ് ഇൻ എ വൈലൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ഞാൻ അങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്. നമ്മൾ പേഷ്യൻസ് വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ ആൾക്കാർ ഫാസ്റ്റിംഗ് നമ്മൾ കഴിച്ചാൽ പെട്ടെന്ന് കയറി പിടിക്കും. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് മോഡിലേക്ക് നമ്മുടെ ബോഡി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബോഡി എനർജി യൂട്ടിലൈസേഷൻ ഒക്കെ തെറ്റും. നമുക്ക് ഫാസ്റ്റിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി നമ്മൾ ലോ കാലറി അല്ലെ ഫുഡ് കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പം അതിന് നമ്മൾ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാമെന്ന് വയ്ക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ഓർലിസ്റ്റാറ്റ് പോലെയുള്ള ഓർലിഡേസ് പോലെയുള്ള ഫാറ്റും കാർബോഹൈഡ്രേറ്റും അബ്സോർബ് ചെയ്യുന്ന മെഡിസിൻസ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്തുകൊണ്ട് വിശപ്പ് കുറയ്ക്കുന്നതാണ്. അത് നമ്മൾ അതിൽ ചില ഇതിൻ്റെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ചില മെഡിസിൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഡി അഡിക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ, അതായത് ഈ ആൽക്കഹോൾ ഇതിനകത്തുനിന്ന് ഓവർകം ചെയ്യാനും അതുപോലെ മറ്റേ കഞ്ചാവ് ഒക്കെ ഉള്ള കനാബിസ് ഡി അഡിക്ഷൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ബിക്കോസ് നമ്മുടെ ഈ ഫുഡ് നമ്മൾ ഭയങ്കര അഡിക്റ്റിംഗ് ആണ്, നമുക്കത് അറിയാൻ മേലാത്തതുകൊണ്ടാണ്. ശരിക്കും സ്മോക്കിങ്ങിനേക്കാളും ആൽക്കഹോളിനേക്കാളും എല്ലാം അഡിക്റ്റീവാണ് ഫുഡ്.